മത്സ്യ കച്ചവടം നടത്തിയാണോ ജീവിക്കുന്നത്? മത്സ്യ കച്ചവടം ചെയ്താണ് ജീവിക്കുന്നത്. പക്ഷേ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. ഈ കപ്പൽ കമ്മുന്നതിന് ശേഷം ആരും മത്സ്യം എടുക്കുന്നില്ല. മത്സ്യം കൊണ്ടുപോകുമ്പോഴത്തേക്ക് പറയുന്നത് ഞങ്ങൾ മരിച്ചു പോകും, ഇങ്ങനെ സ്ഫോടന വസ്തുക്കൾ കടലിലുണ്ട്. അതാണ് അവർ പറഞ്ഞ് ഞങ്ങൾ ഒഴിവാക്കുന്നത്. ഞങ്ങൾ മിക്ക ദിവസവും കൊണ്ടുപോകണ മീനുകൾ ഞങ്ങൾ തിരിച്ചാണ് കൊണ്ടുവരുന്നത്. അപ്പം ഞങ്ങൾക്ക് കടലിൽ പണി ചെയ്യുന്നവർക്കാണ് അറിയാം കടലിൻ്റെ ഡീറ്റെയിൽ എന്തരെന്നുള്ളത്. മുഖ്യമന്ത്രിയും കൂടെ കടലിനെ വിറ്റ് നശിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കൊല്ലാൻ വേണ്ടി നോക്കണം. നിലവിൽ ട്രോളിംഗ് ഒക്കെ ഇന്ന് ആരംഭിക്കുകയാണ്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ മത്സ്യത്തിന് ബന്ധനത്തിന് പോകുമ്പോൾ തന്നെ മത്സ്യ കച്ചവടം നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പ്രത്യേകിച്ച് ഈ ഒരു കപ്പൽ മറിഞ്ഞ സാഹചര്യത്തിലൊക്കെ അങ്ങനെ കുറേ തെറ്റിദ്ധാരണകൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായി. മത്സ്യം വാങ്ങുമ്പോൾ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നതടക്കമുള്ള തെറ്റിദ്ധാരണകളുണ്ടായി. ഇനി ട്രോളിംഗ് ആരംഭിക്കുകയാണ്. ഇനി ട്രോളിംഗ് ആരംഭിക്കുമ്പോൾ മത്സ്യ കച്ചവടം പോലും നടത്താൻ സാധിക്കാത്ത രീതിയിൽ ഒരു സാഹചര്യത്തിലൊക്കെ പോവുകയാണ്. അപ്പോൾ ഒരു കൈത്താങ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു? ഇല്ല, ഞങ്ങൾക്കൊന്നുമില്ല. ഇപ്പം ഈ കപ്പൽ കമ്മുന്നതിന് ശേഷം പറഞ്ഞ 1000 രൂപയും 5 കിലോ 6 കിലോ അരിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെ നിലവിൽ വന്നില്ല. ഓരോ വർഷവും കഴിയുമ്പോൾ അവർ ഇങ്ങനെ ഒരു പ്രഖ്യാപിക്കുന്നതല്ലാതെ നിലവിൽ വരെ ഒന്നും കൊണ്ടുവരുന്നില്ല. പക്ഷേ ആന്റണി രാജു എന്ന് പറയുന്നത് പച്ചമുക്കുവനാണ്. അയാൾക്കറിയാം ഈ കടലോരത്തെ കാര്യങ്ങളെല്ലാം. എന്തുകൊണ്ടാണ് അയാൾ മുമ്പിൽ ഇറങ്ങി ഓരോന്നും ചെയ്യാത്തത്? അയാൾ കടൽ തൊഴിലാളിയല്ലേ, മുക്കുവനല്ലേ? അയാൾ എന്തുകൊണ്ടാണ് ഓരോന്നും ചെയ്യാത്തത്? ഇപ്പോൾ ഇതാ 10ാം വർഷം ആഘോഷിക്കുന്നുണ്ട് മന്ത്രി ഈ ജനങ്ങളെ കൊന്നിട്ട്. അവരുടെ കുടുംബ സ്വത്തൊന്നും അല്ല വെച്ച് ആഘോഷിക്കുന്നത്, ജനങ്ങളുടെ പണമാണ്. ജനങ്ങളുണ്ടെങ്കിൽ ഇവർക്ക് ശമ്പളങ്ങളുണ്ട്. ഇവർ ശമ്പളം എത്ര ശതമാനം കൂട്ടി? എത്ര ശതമാനമാണ് ശമ്പളവും പെൻഷനും കൂട്ടിയത്? കടൽപ്പണിക്കാർ അത്രയ്ക്കും മൂളമില്ലാത്തവരല്ല. അവരെ വിറ്റ് കെട്ടേണ്ട പണം ഞങ്ങളുടെ പോക്കറ്റിലുണ്ട്. അവരെല്ലാം ബുദ്ധിക്കാർ, അവരെ ഡബിൾ ബുദ്ധിയാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും വീണ, വളരെ വൈകാരികമായ ഒരു പ്രകടനങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഇനിയുള്ള 52 ദിനം ഈ മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ ഈ മത്സ്യബന്ധനവുമായി നിൽക്കുന്നവർ, മത്സ്യ കച്ചവടം നടത്തുന്നവർ, ഇങ്ങനെയുള്ള ഓരോ ഉപജീവന മാർഗം നടത്തുന്നവരും വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കും എന്നത് തന്നെയാണ് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പല ഘട്ടങ്ങളിലായി സർക്കാർ ഇവർക്ക് റേഷൻ ഉൾപ്പെടെയുള്ളവ അനുവദിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന പ്രഖ്യാപനങ്ങൾ മാത്രമാണ് പല ഘട്ടങ്ങളിൽ ഉണ്ടാകുന്നത് എന്നാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. യെസ്, ശരിയാണ് വിനീഷ്. ഏതായാലും ഇത് ഇപ്പോൾ ഒരു കടലോരത്തെ മാത്രം വിഷയമല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കടലോരങ്ങളിലെല്ലാം ഈ വിഷയം വരാൻ പോവുകയാണ്.